എല്ലാ കാര്യങ്ങളിലും അറിവുള്ള ഉദയവർമ്മ സംസാരിച്ചാലും അധികം വേണ്ട. രണ്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മതി. എന്റെ അമ്മായിക്ക് എന്ത് പറ്റി? എവിടെ പോയി എന്റെ അമ്മായി? മറുപടിയില്ല, ആർക്കും മറുപടിയില്ല. പക്ഷേ മറുപടി പറയിക്കും ഞാൻ. വേണ്ടി വന്നാലേ അഴി എണ്ണിക്കും സകലണ്ണത്തിനെയും. എന്റെ അച്ഛന്റെ ഒരേ ഒരു പെങ്ങളാ വസുന്ധരമായി. അമ്മേടെ സ്ഥാനത്താ ഞാൻ അവരെ കണ്ടിട്ടുള്ളത്. ഇതിലെ പോകുമ്പോഴേ ഞാനിവിടെ കയറുന്നതേ നിങ്ങളാരുടെയും സൗന്ദര്യം കാണാനല്ല, എന്റെ അമ്മായിയെ കണ്ട് രണ്ട് വാക്കുരിയാടാൻ. ഛേ, രണ്ടാമകൾ ഉണ്ടായിട്ട് എന്താ കാര്യം? ആങ്ങളേരെ മോനായ എന്നോടാ ആ പാവം വല്ലപ്പോഴും മനസ്സ് തുറക്കണത്. ഞാൻ കൊലയാളിയാണ്, രക്തദാഹിയാണ്, ഡ്രാക്കുളയുടെ അളിയനാണ് എന്നൊക്കെ എന്റെ അമ്മായിയെ ചിലര് ധരിപ്പിച്ചിട്ടുണ്ട്. അതൊന്നും വിശ്വസിച്ചിട്ടില്ല എന്റെ അമ്മായി. ഞാനും കാർത്തികൊന്നും അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഉണ്ടോടി? ആ വിഷയത്തെ കുറിച്ചുള്ള ഡിബേറ്റ് നമുക്ക് പിന്നീടാകാം. ഇപ്പൊ സബ്ജക്റ്റ് അതല്ല. എന്താണ് ഇവിടത്തെ ഇഷ്യൂ? അമ്മായി വീട് വിട്ടു പോയത് എന്തിന്? എന്തെങ്കിലും പ്രശ്നം നിലവിലുണ്ടോ ഉദയ? എന്റെ അറിവിലൊന്നുമില്ല. യതീന്ദ്ര, ഇതന്നെയാ അവിടുത്തെ കുഴപ്പം. അമ്മയുടെ മനസ്സിൽ എന്താണെന്ന് മക്കൾക്കറിയില്ല, മരുമക്കൾക്കും അറിയില്ല. അങ്ങനെ വീർപ്പ് മുട്ടി എന്റെ അമ്മായി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത്. എന്നിട്ട് ഇവിടെ മിഴുങ്ങസ്യാന്ന് ഇരിക്കുന്നത് കണ്ടില്ലേ? നാളെ പുഴയിലോ ഡാമിലോ ഓടി പൊങ്ങൂന്ന് വിചാരിച്ചിരിക്കുകയാണോ നിങ്ങള്? ആണെങ്കിൽ ആ വിചാരം വേണ്ട, അതോർത്ത് പനിക്കുകയും വേണ്ട. നിങ്ങള് ആത്മഹത്യ ചെയ്യാൻ മാത്രം വിഡ്ഢിയല്ല എന്റെ അമ്മായി. അതുകൊണ്ടാ അവര് നേരെ ആങ്ങളെ വീട്ടിലേക്ക് വന്നത്. ഇലഞ്ഞിക്കൽ കോലത്തേക്ക് വന്നത്. എന്റെ വീട്ടിലുണ്ട് അമ്മായി. പുലർച്ചെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവും. രാവിലെ അങ്ങ് വന്നു. ഞാൻ നോക്കുമ്പോ സിറ്റ് ഔട്ടിലിരിക്കുന്നു. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പം? അമ്മ അവിടെ ഉണ്ടെന്ന് പ്രതാപേട്ടന് ഞങ്ങളെ ഒന്ന് വിളിച്ചറിയിക്കാമായിരുന്നു. മിണ്ടരുത്. നാണമില്ലേ നിനക്ക് എന്നോട് ഇത് പറയാൻ? വിദ്യേച്ചിയെ താമിനെ വിളിച്ചു നോക്കിയില്ലേ? കുറച്ചു മുമ്പ് വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് ആയിരുന്നു. ആയിരിക്കും. കാരണേ വിദ്യയുടെ ഫോൺ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് ഞാനാ. അല്ലെങ്കിലേ അമ്മായി അവിടെ വന്ന കാര്യേ വിദ്യ നിന്നെ വിളിച്ചറിയിക്കുമെന്ന് എനിക്കറിയായിരുന്നു. അങ്ങനെ ഓശാരത്തിന് ആരും അങ്ങനെ ഒരു വിവരവും അറിയണ്ട. അമ്മ അങ്ങോട്ട് വന്നത് എന്തിനാണെന്ന് പറഞ്ഞോ? എന്തിനാ പറയുന്നത്? നമ്മളെ നാണം കെടുത്തണം, അത് തന്നെ ഉദ്ദേശം. യതീന്ദ്ര, നിന്റെ ഭാര്യയോട് പറ വെറും വാ ചവയ്ക്കാതിരിക്കാൻ. നാണം കെടുത്താൻ പോലും നാണമുണ്ടെങ്കിലല്ലേ. മനശല്യം സഹിക്കാൻ വയ്യാതെയാ എന്റെ അമ്മായി എന്റെ വീട്ടിലേക്ക് വന്നത്. അവരിവിടെ ഒരു വ്യവസ്ഥ വെച്ചിരുന്നല്ലോ, അനിശ്ചിതമായി തുടരുന്ന മൂത്ത മകന്റെ ദാമ്പത്യത്തെ മുൻനിർത്തിയുള്ള ഒരു വ്യവസ്ഥ. ഒരു തീരുമാനത്തിലെത്താൻ ഉദയനോടും ഭാര്യയോടും പറഞ്ഞിരുന്നു. 3 മാസത്തെ കാലാവധിയും നിങ്ങൾക്ക് തന്നു. ആ സമയപരിധി കഴിയുന്ന ദിവസമായിരുന്നു മിനിഞ്ഞാന്ന്. ദിവസം പൂർത്തിയായി. ഇന്ന് 92ാം ദിവസം. ആർക്കും ഒരു പ്രതികരണവുമില്ല. മോനും മരുമകളും തന്നെ കൊഞ്ഞലം കുത്തുകയാണെന്ന് പാവം എന്റെ അമ്മായിക്ക് തോന്നി. സഹിക്കാനാവാതെ എന്റെ അമ്മായി ഇലഞ്ഞിക്കലേക്ക് വന്നു. എന്നെ കാണാനല്ല, മൂത്ത സഹോദരനെ കണ്ട് സങ്കടം പറയാൻ. ഇതുപോലെ മുമ്പൊരിക്കലും അമ്മായി എന്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. ഉദയൻ കല്യാണം കഴിക്കാൻ കൂട്ടാക്കാത്ത എന്റെ വിഷമം കൊണ്ട്. അന്ന് എന്റെ അമ്മയുടെ തൊണ്ട ഇടറിയതേ ഉള്ളൂ.
നിങ്ങൾക്കറിയാമോ, ഒരിക്കലും കലങ്ങാത്ത കണ്ണ് ഇന്ന് കലങ്ങി ചുവന്നു. കണ്ണുകൾ നിറഞ്ഞൊഴുകി. അത് കണ്ടിട്ടാ ഞാൻ വണ്ടിയെടുത്ത് ഇങ്ങോട്ട് ഇറങ്ങിയത്. അല്ലാതെ എന്റെ അമ്മായി പറഞ്ഞയച്ചതല്ല. എന്റെ അച്ഛന് പ്രായമായി. പെങ്ങളുടെ പ്രയാസങ്ങൾ കേട്ടിരുന്ന് വിഷമിക്കുന്നു. അത് കണ്ടു നിന്നാ പോരാന്ന് എനിക്ക് തോന്നി. നിങ്ങളും ഈ വിവരറിഞ്ഞിങ്ങനെ നിന്നാ പോരാ. ഇപ്പോഴുള്ള ഈ അനിശ്ചിതത്വം മാറണം. അമ്മായിയുടെ മുമ്പിലേ നിങ്ങളൊരു തീരുമാനം അറിയിക്കണം. ഭാര്യനെ നോക്കിയിട്ടൊന്നും ഒരു കാര്യമില്ല. ഉദയം പറയണം. കാരണം വസുന്ധരമായി ഈ വിഷയം സംസാരിച്ചത് നിന്നോടാണ്. കാലാവധി വെച്ചതേ നിന്റെ മുമ്പിലാ. മൗനം വിദ്വാന് ഭൂഷണമാകുന്നതേ അതിനർത്ഥമുണ്ടാകുമ്പോ മാത്രമാ. അർത്ഥമില്ലാത്ത മൗനം വിഡ്ഢിയുടെ ലക്ഷണമാണ്. വിഡ്ഢിയാണോ വിദ്വാനാണോന്ന് ആരുടെ മുമ്പിൽ തെളിയിക്കേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ അമ്മ ഇന്ന് ഇവിടുന്ന് അങ്ങോട്ട് വന്നത്, അതിന്റെ ന്യായവശങ്ങളെ കുറിച്ച് എനിക്ക് അത്ര അഭിപ്രായമില്ല. പ്രശ്നമുണ്ടെങ്കിൽ അതുണ്ടായത് ഇവിടെ വെച്ചാ, പരിഹാരം കാണേണ്ടതും ഈ വീട്ടിൽ വെച്ചാ. എന്നിട്ട് ഇയാള് പരിഹാരം കാണാതിരുന്നത് എന്താ? നാടക പഠന ശിബിരം എന്ന് പറഞ്ഞേ ഒരാഴ്ച ഉദയൻ മാറി നിന്നത് മനഃപൂർവമാണ്. നിന്റെ പതിവ് ഒഴിഞ്ഞു മാറൽ പരിപാടി ഇതേ എസ്കേപ്പിസമാണെന്ന് ഞാൻ പറയും. എന്താടാ, ശരിയല്ലേ? അത് നിങ്ങളുടെ മാത്രം അഭിപ്രായം. ഐ ഡോണ്ട് കെയർ. ഓക്കെ, എന്നാ പറ. ഞാൻ മടങ്ങി ചെന്നിട്ട് എൻ്റെ അമ്മായിയോട് എന്ത് പറയണം? ഉദയനും ഭാര്യയും എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുമോ? അതോ പ്രശ്നങ്ങളുടെ ഭാണ്ഡം മുറുക്കി രണ്ടാളും രണ്ടു വഴിക്ക് പോകുമോ? ഒറ്റ വഴിയാണോ അതോ ഇരട്ട വഴിയാണോ? ചോദ്യം പ്രതാപേട്ടൻ്റെതാണെങ്കിൽ മറുപടി അറിയിക്കുന്നില്ല. അമ്മയുടെ ചോദ്യമാണെങ്കിൽ ഉത്തരം അമ്മയോട് പറയാം. അതിനമ്മായി ഇവിടെ ഇല്ലല്ലോ. ആരും പറഞ്ഞിട്ടല്ല അമ്മ ഇവിടുന്ന് പോയത്. ആരോടും പറഞ്ഞിട്ടുമല്ല. തിരിച്ചു വരട്ടെ, എന്നിട്ടാവും ബാക്കി. നീ ഇങ്ങോട്ട് വന്നേ. കാർത്തികയോട് പ്രത്യേകം പറയണോ? പടക്കരിപ്പുണ്ടോ ഇവിടെ? പടക്കം എന്തിനാ? മാല ഉണ്ടാക്കിയേ നിങ്ങളുടെ കഴുത്തിലിടാൻ, പൊട്ടിക്കാൻ, അല്ലാണ്ട് പടക്കെന്തിനാ? നിങ്ങൾക്ക് വന്നിരിക്കുന്നതേ ഒരു ഗോൾഡൻ ചാൻസാ, ഒരു സുവർണാവസരം. പൊതുവായ മീറ്റിംഗിൽ വെച്ച് ഏതാനും നിമിഷം മുമ്പ് ഞാൻ പറഞ്ഞില്ലേ, അമ്മായി തകർന്നടിഞ്ഞാണ് എൻ്റെ വീട്ടിൽ വന്നതെന്ന്. അത്രയ്ക്കൊന്നുമില്ല. കണ്ണ് ശകലൊന്നും നനഞ്ഞു എന്നല്ലാതെ വസുന്ധരമ്മായി കരഞ്ഞിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് വന്നിരിക്കുകയാണെന്ന് പ്രതാപേട്ടൻ പറഞ്ഞതോ? കാര്യം ഉണ്ടായിട്ടാ. എനിക്ക് നിങ്ങളോട് ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അഭിപ്രായമുള്ളത് കൊണ്ടാണല്ലോ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. അതിനൊരു താൽക്കാലിക സ്റ്റേ കൊടുക്കുക. അതിന്റെ ഗുണമേ നിങ്ങൾക്കാ. അല്ലെങ്കിലും നിങ്ങളുമായിട്ടുള്ള അലയൻസ് കൊണ്ട് എനിക്ക് വലിയ ഗുണമൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. ഗുണമുണ്ടാകാനുള്ള പശ്ചാത്തലം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വിട്. ഗോൾഡൻ ചാൻസിലേക്ക് കടക്കാം. വസുന്ധരാമായി ഇന്ന് പുലർച്ചെ ഈ കോലോത്തുനിന്ന് പുറപ്പെട്ടു പോയത് യതീന്ദ്രനോട് എന്തെങ്കിലും വിരോധമുണ്ടായിട്ടാണോ? അല്ല.
കാർത്തികയോട് വിരോധമുണ്ടായിട്ടാണോ? ഐ മീൻ മദർ ഇൻ ലോ ഡോട്ടർ ഇൻ ലോ പോരാട്ടം? അല്ല. പിന്നെ നിങ്ങളുടെ ദാമ്പത്യ ബന്ധവുമായി ബന്ധപ്പെട്ട് അമ്മ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടോ? 90 ദിവസത്തിന്റെ ഡെഡ് ലൈൻ തന്നിട്ടുണ്ടോ? ഇല്ല. അമ്മായിക്ക് പ്രശ്നം ആരുമായിട്ടാ? ഉദയേട്ടനും നന്ദനുമായിട്ട്. ഇനി പറ, നിങ്ങള് പടക്കം പൊട്ടിക്കണോ വേണ്ടയോ? നീ പറ. മനുഷ്യനായാൽ അപ്സ്റ്റേഴ്സിൽ ആൾ താമസം വേണം. ഗോളടിച്ച് കയറാൻ ബെസ്റ്റ് ചാൻസാ ഇത്. അമ്മായിയുടെ മനസ്സിൽ ഇടം പിടിക്കാൻ ദൈവമായിട്ട് നിങ്ങൾക്ക് കൊണ്ടുവന്നിരിക്കുന്ന ഗോൾഡൻ ചാൻസ്. എന്നാ നമുക്ക് ഇപ്പൊ തന്നെ പോയതേട്ടാ. അമ്മയെ ചെന്നാണ്ട് ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരാം. ത്വരിത നടപടികൾ വേണ്ട. 2 ദിവസം കഴിയട്ടെ. ആ 2 ദിവസം എനിക്കുള്ളതാ. യതീന്ദ്രൻ ആരാണെന്നും കാർത്തിക ആരാണെന്നും ആ 2 ദിവസം കൊണ്ട് ഞാൻ അമ്മായിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കും. നിങ്ങളുടെ പ്ലസിനൊപ്പം ഉദയന്റെയും നന്ദനയുടെയും മൈനസും ഞാൻ അമ്മായിയുടെ 2 ചെവികളിലേക്കും കോരി കോരി നിറയ്ക്കും. അതിന്റെ ക്ലൈമാക്സിൽ യതീന്ദ്രന്റെ കാറ് ഇലഞ്ഞിക്കൽ കോലോത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. വേണമെങ്കിൽ നീയൊന്ന് ഓണടിച്ചോ. കാർത്തിക് ഇറങ്ങി വന്ന് അമ്മായിയുടെ മുമ്പിൽ സെന്റിമെന്റ്സ് കാണിക്കും. കണ്ണുനീരോടെ ആ കാലങ്ങട് പിടിക്കുന്നു. കാല് പിടിക്കണോ? പിന്നെ വേണ്ടേ, പിടിക്കുക തന്നെ വേണം. അപ്പൊ അമ്മായിയുടെ മുമ്പിൽ വെച്ച് ഞാൻ യതീന്ദ്രനോടൊരു ചോദ്യം ചോദിക്കും. നിന്റെ അമ്മ കുന്നത്തൂരിന്ന് പോന്നിട്ട് ഇത്രയും സമയമായില്ലടാ, ഇതുവരെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന്. എന്ത് മറുപടി പറയും? ഉദയനും നന്ദനയും സമ്മതിക്കാത്തത് കൊണ്ടാണ് വരാതിരുന്നതെന്ന് പറയണം. അവർക്കേ അമ്മായിയോട് വാശിയാണെന്നും തട്ടിക്കോ. ഉദയേട്ടന്റെ എതിർപ്പിനെ തൃണവൽഗണിച്ചാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുമ്പോ നിന്റെ ഈ വൃത്തികെട്ട കണ്ണുകളിൽ 2 തുള്ളി കണ്ണുനീരായിക്കോട്ടടോ. ബാക്കി കരച്ചില് ഇഷ്ടം പോലെ കാർത്തിക ഏറ്റെടുത്തോളും അല്ലേ മോളെ? അതൊക്കെ ഞാൻ ഏറ്റു. അല്ല, ഞങ്ങൾ അങ്ങോട്ട് വരുന്നതിന് മുമ്പ് നന്ദന വന്ന അമ്മയെ കണ്ടാലോ? വരില്ല. വരണമെങ്കിലേ അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകണ്ടേ. അഥവാ നന്ദനയ്ക്ക് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ആ നിമിഷം നിങ്ങൾ എന്നെ വിവരമറിയിക്കണം. ബാക്കി പണി ഞാൻ ചെയ്തോളാം. അത് ഞാൻ അറിയിക്കാം. ഒന്നോർക്കണം, ഈ വീട് വിട്ട് പുറത്തു പോകാത്ത അമ്മായി എന്റെ കോലോത്ത് വന്ന് കുറ്റിയടിക്കണമെങ്കിൽ ആ മനസ്സ് പ്രക്ഷുബ്ധമാണ്. തൽക്കാലം ആ തിരയിളക്കം അവസാനിക്കരുത്. നന്ദനയോടുള്ള വിരോധം ഒരു കോളിളക്കം പോലെ ഉയർന്നു വരും. ക്രമേണ നിങ്ങളത് ശാന്തമാക്കണം. എന്നിട്ട് കലങ്ങിയ വെള്ളത്തിൽ നിന്ന് മീൻ പിടിക്കണം. വല്ലതും മനസ്സിലായോ യതീന്ദ്രന്? തുള്ളിച്ചാടി മുകളിലേക്ക് കയറിപ്പോയല്ലോ 2 പേരും. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. നല്ല 4 ഡോസ് കൊടുക്കുന്നുണ്ട്. ചേട്ടനെയും ചേട്ടത്തിയമ്മയും ഒന്ന് വിറപ്പിക്കും ഞാൻ. ഇതേ എന്റെ അമ്മായിയുടെ കേസാ. അല്ല പിന്നെ. എക്സ്ക്യൂസ് മീ. നീ ഇങ്ങോട്ടൊന്ന് വന്നേ. വാടോ. എന്താന്ന് വെച്ച് പറഞ്ഞാ മതി. വിറപ്പിച്ചു ഞാൻ. യതീന്ദ്രനെയും കാർത്തികയും വിറപ്പിച്ചിട്ട് വരികയാണെന്ന്. എടുത്തിട്ട് അങ്ങോട്ട് കൊടഞ്ഞു 2നെയും. കാർത്തികയ്ക്ക് ശരിക്കും ഞാൻ ഡോസ് കൊടുത്തു. ഉദയനും നന്ദനയും മനഃപൂർവ്വം അമ്മായിയെ ഇവിടുന്ന് ഗെറ്റ് ഔട്ട് അടിച്ച മട്ടില്ല അവളുടെ സംസാരം. ഇവിടാരാ? മൂക്കുമ്പോ ഒരു കണ്ണാടിയും മൂക്കിന് താഴെ ഒരു മറുകും ഉണ്ടെങ്കിൽ എല്ലാം തികഞ്ഞു എന്നാണോ? ഇതൊക്കെ അവരോട് ചോദിക്കേണ്ട ചോദ്യാ. ചോദിച്ചു ഞാൻ.
കുടുംബത്തിൽ ഒരു ആഭ്യന്തര പ്രശ്നം ഉണ്ടാകുമ്പോ അത് പരിഹരിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ പരസ്പരം ചെളിവാരി എറിയല്ല വേണ്ടത്. ഇവിടെ ആരും ചളി വാരി എറിഞ്ഞിട്ടൊന്നുമില്ല. ആര് പറഞ്ഞു? എറിഞ്ഞല്ലോ. ആ ചെളിയെ ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടാ ഞാൻ വരണത്. എന്താ ഞാൻ ഈ മുറിയിലേക്ക് വന്നതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ടെങ്കിലും എനിക്ക് യാതൊരു ചുക്കുമില്ല. യതീന്ദ്രന്റെയും കാർത്തികയുടെയും സാന്നിധ്യത്തിൽ ഞാൻ മനഃപൂർവ്വം പറയാതിരുന്ന ചില കാര്യങ്ങൾ. അതിലൊന്നാമത്തത് അമ്മായിയുടെ കാര്യം. വസുന്ധരമായി കാണിച്ചത് ബുദ്ധിമോശ, അധികപ്പറ്റ. ഒരു വീടാകുമ്പോ പ്രശ്നങ്ങളുണ്ടാകും, സ്വാഭാവികം. അന്നേരം കൂടും കുടുക്കിയെടുത്ത് ഇറങ്ങിപ്പോകുന്നതല്ല അതിന്റെ ശരി. കേറി വരാൻ എന്റെ വീടില്ലായിരുന്നെങ്കിൽ അമ്മായി എന്ത് ചെയ്തേനെ? കാശിക്ക് പോവായിരുന്നോ? ഇത് പക്ഷേ എനിക്ക് അമ്മായിയോട് ചോദിക്കാൻ പറ്റില്ലല്ലോ. അവര് വിചാരിക്കും എന്റെ വീട്ടിൽ വന്നത് ഇഷ്ടപ്പെടാത്തോട് ചോദിക്കുകയാണെന്ന്. അമ്മായി അങ്ങോട്ട് വന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അച്ഛന് പെങ്ങളോട് മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാലോ. അത് പോട്ടെ, ഇതിനൊരു സൊല്യൂഷൻ വേണ്ടേ? അതിന്റെ ഫോർമുല നിങ്ങളുടെ കയ്യിലാണ്. അതിനുള്ള ആൻസർ ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അമ്മായി ഇവിടെ വന്നിട്ട് ഉത്തരം കൊടുക്കാന്ന്. അതെ, അത് ഉദയന്റെ ഒരു വാശിയല്ലേ? വാശിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിഷേധിക്കുന്നില്ല. ഞാൻ വേണമെങ്കിൽ അമ്മയെ വിളിച്ചോണ്ട് വരാം. അമ്മയ്ക്ക് കൊടുക്കാനുള്ള മറുപടി തന്റെ കൈവശമുണ്ടോ? ഉണ്ടെങ്കിൽ ആയിക്കോളൂ. അത് പക്ഷേ എന്താണെന്ന് എന്നോട് കൂടി ഇത് പറഞ്ഞാൽ കൊള്ളാം. ഞാനും കൂടി ഉൾപ്പെട്ട വിഷയമായതുകൊണ്ടാ. എന്താ ഉത്തരം റെഡിയാണോ? അല്ല, ചുരുക്കത്തിൽ ഇവിടെ അനിശ്ചിതത്വം തുടരുകയാണ്. അപ്പോ എന്റെ അമ്മയോട് ഞാൻ എന്ത് പറയണം? നിങ്ങൾക്കേ കണ്ണില് നോക്കി മിണ്ടാണ്ട് നിൽക്കാം. എനിക്ക് എന്റെ അമ്മായിരെ കണ്ണിൽ നോക്കി ഒന്നും മിണ്ടാണ്ട് നിൽക്കാൻ പറ്റില്ല. അമ്മയോട് എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. അല്ലെങ്കിലും ഇവിടെ കാണുന്ന മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിച്ചായിരിക്കല്ലോ പ്രതാപേട്ട അവിടെ അവതരിപ്പിക്കുക. അതാണ് ഇതുവരെയുള്ള അനുഭവം. ഉദയൻ എന്താ അങ്ങനെ പറഞ്ഞത്? ഞാനെന്താ നാരദനാണോ? അതൊന്നും എനിക്കറിയില്ല. നന്നായി ഉദയൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോന്നത്. ഞാൻ നിന്നെ കണ്ട് 4 വേർഡ്സ് സംസാരിക്കാനാണ് അങ്ങോട്ട് വന്നത്, അല്ലാതെ നന്ദനയോട് സംസാരിക്കാനല്ല. നിനക്കേ അവളോടൊന്നും പറയാനില്ല, പിന്നെയാ എനിക്ക്. സംഭവിച്ചതെല്ലാം നല്ലതിന് എന്നൊരു പ്രയോഗമുണ്ടല്ലോ മലയാളത്തിൽ. വസുന്ധരമായി ഇത്തരത്തിൽ ചുവട് മാറ്റി ചവിട്ടിയതും നല്ലതിനാണെന്ന് ഞാൻ പറയും. എന്നിട്ട് അങ്ങനെയല്ലല്ലോ കുറച്ചു മുമ്പ് പറഞ്ഞത്. അത് നന്ദനയുടെ പ്രസൻസിൽ, അവളുടെ മുന്നിൽ വെച്ച് ഓരോ വാക്കും നമ്മൾ പറയുന്നത് വളരെ സൂക്ഷിച്ചു വേണം. അത്ര സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ല കക്ഷി. ഞാൻ പറയാതെ തന്നെ ഉദയൻ അറിയാലോ. സ്ട്രെയിറ്റ് ഫോർവേഡ് അല്ലാത്തതുകൊണ്ടാണോ പ്രതാപേട്ടൻ ഒരിക്കലും അയാളെ വകവരുത്താൻ ശ്രമിച്ചത്? എന്താ, ആണോ? ആ സ്റ്റോറി ഉദയന്റെ ചെവിയിലും എത്തിയെന്ന് എനിക്കറിയാം. അത് പറയാനാ ഇപ്പൊ ഞാൻ നിന്റെ മുന്നിലേക്ക് വന്നത്. നന്ദനെ കൊല്ലാൻ ഞാൻ ആളെ ഏർപ്പാടാക്കിയെന്ന് ഒരു കെട്ടുകഥയുണ്ടായിരുന്നു. എന്നിട്ട് അവൾ ചെത്തില്ലല്ലോ. എന്താ, അവൾ ചിരഞ്ജീവിയാണോ? എന്റെ ഉദയ വെറും നുണയാ. അവൾ ഉണ്ടാക്കിയ നുണക്കഥകൾ. എങ്കിൽ പിന്നെ എങ്ങനെ അത്തരത്തിലൊരു ആരോപണം ഉണ്ടായി? ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. പറയാം.
നന്ദന ഉദയന്നൂരായിരുന്ന സമയത്ത് ഒരു ദിവസം അവളെ കാണാൻ ഒരാൾ അവിടെ വന്നു. താടിയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയുള്ള ഒരാൾ. ആരാണെന്ന് മനസ്സിലായല്ലോ? ഹരിപ്രസാദ്. സൂക്ഷം പോലെ ഞാനപ്പ ഉദയന്നൂരുണ്ട്. ഹരിപ്രസാദിനെ കണ്ട മാത്രയിൽ എനിക്ക് മനസ്സിലായി സംഗതി വശപ്പശകാണെന്ന്. ബുദ്ധിജീവി അമ്മാവനും മന്ദബുദ്ധിജീവി അമ്മാവനും ഞഞ്ഞാ നിന്നതേ ഉള്ളൂ. ഞാൻ എതിർത്തു. എന്റെ വിദ്യാഭാരതിയുടെ മോളല്ലേ നന്ദന? സംഗതി പ്രശ്നമായി. ചെക്കന്റെ 2 കരണവും ഞാൻ അടിച്ചാ പകച്ചു. അവന്റെ കണ്ണീന്ന് 916ന്റെ പൊന്നീച്ചിയാ പറന്നുപോയത്. എന്റെ ഹരിയേട്ടനെ തല്ലരുതേ എന്നും പറഞ്ഞ് ഇടയ്ക്ക് ചാടി വീണ നന്ദനയ്ക്കും കിട്ടി 2 എണ്ണം. എന്നോടതിന്റെ പക തീർക്കാൻ അവളുണ്ടാക്കിയ വ്യാജ വാർത്തയാണ് ഈ കൊലപാതക ശ്രമം.